മോമിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ നിന്ന് ഇന്നത്തെ സംസാരം തുടങ്ങാം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ശുചീകരണം എന്ന വിഷയം വെച്ചത്. ബുനിയദ്ദീനു അലൻ നവാഫ എന്നാണ് ആ ഹദീസ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹിയാ ഉലൂമുദ്ദീനിൽ വൃത്തിയെക്കുറിച്ച് പറയുന്ന പാഠത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബുനിയദ്ദീനു, ദീനിനെ ഉണ്ടാക്കപ്പെട്ടു, അലൻ നവാഫത്തി, വൃത്തിയുടെ മേൽ എന്നാണ് അതിനർത്ഥം. ദീനിൽ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വൃത്തി. വൃത്തി പല നിലക്കുണ്ട്. ശാരീരികമായ വൃത്തിയുണ്ട്, മാനസികമായ വൃത്തിയുണ്ട്, അകത്തെ വൃത്തിയുണ്ട്, പുറത്തെ വൃത്തിയുണ്ട്. അകം ശുദ്ധിയാക്കാതെ പുറമിനു കണ്ട തണ്ടാസിലേക്കൊരു വഴിയെ നീ ഒരു കണ്ട. തഴവസ്ഥൻ്റെ പാട്ടാണ്. അള്ളാഹു അദ്ദേഹത്തെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട. തണ്ടാസ് എന്ന് പറഞ്ഞാൽ കക്കൂസ്, കക്കൂസിലേക്കൊരു വഴിയെ നീ ഒരുക്കണ്ട. അതങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. പുറത്തിങ്ങനെ ടൈൽസോ കണ്ടാൽ ബാത്റൂമിന് ടൈൽസ് എടുക്കാൻ പോകുമ്പോൾ പറയും മുന്തിയത് വാങ്ങിക്കോളി അറിയാം. ബാക്കിയുള്ളിടത്ത് ഇപ്പോൾ ലേശം താന്നതായാലും കുഴപ്പമില്ല, ബാത്റൂമിന് മുന്തിയ ടൈൽസ് ഇടും നമ്മൾ. അല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും എന്നുള്ളതാണ് അതിന് കാരണം. മുന്തിയ തന്നെയാണ് ഇടേണ്ടത്. അപ്പോൾ എന്ന മാതിരി ആക്കരുത് എന്നാണ്. പുറം ശുദ്ധിയായാൽ അകം ശുദ്ധിയാകും. അതൊരു യാഥാർത്ഥ്യമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖീ കമാ ഹസ്സൻത ഖൽഖീ. അല്ലാഹുവേ, എൻ്റെ രൂപത്തെ നീ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെയും നന്നാക്കണമേ. രൂപം നന്നാക്കിയതുപോലെ സ്വഭാവത്തെയും നന്നാക്കണേ. രൂപം നന്നാകുക പറഞ്ഞാലേ നല്ല തുണിങ്ങുപ്പായി എടുത്ത ആളാണെങ്കിൽ ആൾ കുഴപ്പമുണ്ടാവില്ല. അതൊരു ശരി തന്നെയാണ്. ഒരാളെ ഡ്രസ്സൊക്കെ നോക്കിയാൽ അയാളെ മനസ്സെങ്ങനെയെന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. നല്ല മാന്യമായി വസ്ത്രം ധരിച്ച ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആളൊരു മാന്യനാണ്. മാന്യന്മാരെ മാന്യമുള്ള വസ്ത്രം ധരിക്കുള്ളൂ, അതന്നെ. അപ്പോൾ പുറം നോക്കിയാൽ അകം കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പം നവാഫത്തിന്, വൃത്തിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് അകത്തിൻ്റെ വൃത്തി, രണ്ട് പുറത്തിൻ്റെ വൃത്തി. രണ്ടും പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുറം വൃത്തിയായിരിക്കണം, ആദ്യം അത് പറയാം. നല്ല തുണിങ്ങുപ്പായി എടുക്കണം. തലയും മുടിയും നഖവും ഒക്കെ നേരാക്കണം, വെട്ടണം, വൃത്തിയാക്കണം. ചെരുപ്പൊക്കെ തേച്ചേക്കണം, കാലൊക്കെ നല്ലോണം അരച്ചേക്കണം. അതൊക്കെ തന്നെ ഇപ്പോൾ പറയാനുള്ളത്. ഒരു മനുഷ്യൻ വൃത്തിയുള്ള ആളാണോ അല്ലേ എന്ന് തീരുമാനിക്കുക അവൻ്റെ ചെരുപ്പുമ്മക്ക് നോക്കിയിട്ടാണ്. ചെരുപ്പ് വൃത്തി ഉണ്ടെങ്കിൽ ആൾ വൃത്തി ഉണ്ടാവും എന്നാണ്. ഓരോ സ്ഥലത്തേക്കും ഓരോ വൃത്തിയാണ്, എല്ലായിടത്തും ഒരേ മാതിരിയല്ല. പള്ളിയും ഹോട്ടലും വൃത്തിയുണ്ടോ നോക്കുക ബാത്റൂം നോക്കിയിട്ടാണ്. എന്നാൽ വീട് വൃത്തിയുണ്ടോ എന്നുള്ളത് നോക്കുന്നത് ബെഡ്റൂം എങ്ങനെയുണ്ട് നോക്കിയിട്ടാണ്. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഓരോ വൃത്തിയാണ്, എല്ലായിടത്തും ഒരേ മാതിരിയല്ല. വീട് വൃത്തിയുണ്ടോ എന്ന് തീരുമാനിക്കൽ ബെഡ്റൂം നോക്കിയിട്ടാണ്. നമ്മളെങ്ങനെ ചെയ്യുക വെച്ചാൽ ഉള്ള വേസ്റ്റൊക്കെ ബെഡ്റൂം കൊണ്ടുവയ്ക്കും. പോയി നോക്കിയാൽ ബെഡ്റൂമിൻ്റെ റാക്കിൻ്റെ മേലിലാണ് എല്ലാ വേസ്റ്റും ഉണ്ടാകുക. കട്ടിലിൻ്റെ ഒട്ടും കുറേ കൊണ്ടുപോയി തിരികിയിട്ടുണ്ടാവും, റാക്കിൻ്റെ ഒട്ടും കുറേ ഉണ്ടാവും. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ അലൈഹിസ്സലാം ആടിനെ നോക്കാൻ വേണ്ടി പോയ കഥ ഉണ്ടല്ലോ. ഫിറഔനെ ഭയപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് ഓടിപ്പോയി. അങ്ങനെ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ നാട്ടിലാണ് മൂസ നബി അലൈഹിസ്സലാം എത്തിപ്പെട്ടത്. കഥ നിങ്ങൾക്ക് അറിയണോണ്ട് ഞാനത് പറയാതിരിക്കുകയാണ്. ഒരു ദിവസം ഇങ്ങനെ ഓടി കുറേ സ്ഥലത്ത് കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ ദൂരം നിന്നൊരു മരത്തമ്മ കയറി നിന്നിങ്ങനെ നോക്കിയപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് ആടുകൾക്ക് കിണറ്റിന്ന് വെള്ളം കൊടുക്കണത് കണ്ടു. ആളുകളുടെ പുരുഷന്മാർ ആടുകൾക്ക് വെള്ളം കൊടുക്കൽ കഴിഞ്ഞ് അവർ പോയതിന് ശേഷം രണ്ട് പെൺകുട്ടികൾ വന്ന്
ആണുങ്ങൾ വെള്ളം കൊടുത്തപ്പോൾ പോയ വെള്ളം ഇങ്ങനെ കുഴികളിലൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ എടുത്തുകൊണ്ട് ഓല ആടിന് കൊടുക്കണത് കണ്ടു. അപ്പോൾ മൂപ്പര് മരത്തമെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ എല്ലാവരും പോയതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ ആടുകൾക്ക് വെള്ളം കൊടുക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഓലൊക്കെ ആണുങ്ങളാണ്, ഓലൊക്കെ നല്ല മുടുക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓല് കിണറിൻ്റെ മേലെ ഒരു പാറ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഓല് ഈ പാറ മാറ്റി വെച്ചിങ്ങാണ്ട് വെള്ളം മുക്കി കൊടുത്തു. ഞങ്ങൾക്കിപ്പോൾ ഇത് മാറ്റാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയ വെള്ളമൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ മൂപ്പരത് ഇങ്ങനെ തോണ്ടി വെച്ച് കൊടുത്തു ആ പാറക്കല്ല്, എന്നാൽ കൊടുത്തോളിയാറ്. അങ്ങനെ ആടുകൾക്ക് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിൽ ചെന്നു. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളായിരുന്നു ഈ രണ്ട് പെൺകുട്ടികൾ. സയ്യിദന ഷുഐബ് നബിയോട് പറഞ്ഞു, നല്ലൊരാളെ കണ്ടൊന്ന് കാട്ടുന്ന ഞങ്ങൾ ആടുകളെ നോക്കിയിട്ട് വരുമ്പോൾ ഒരാളെ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഒരാളാണ്, നല്ല ആരോഗ്യമുള്ള മുടുക്കുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു. ഷുഐബ് നബി പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോയിട്ട് അയാളോടൊന്ന് വരാൻ പറയും, ഞാൻ വിളിക്കുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ആരാ വാപ്പാന്ന് ചോദിച്ചു. ഞങ്ങളെ വാപ്പ ഷുഐബ് നബിയാണ് പറഞ്ഞു. അത് തിരക്കടില്ലല്ലോ പറഞ്ഞു. മൂപ്പരും തന്നെ എവിടേക്കെങ്കിലും പോകാൻ കിട്ടണം, അല്ലെങ്കിൽ മരത്തുമ്പോൾ നേരം വെളുക്കോടെ ഇരിക്കാൻ പറ്റൂലല്ലോ, അതിനിങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വിളിച്ചത്, എന്നാൽ ആയിക്കോട്ടെ പോകുക പറഞ്ഞു. അങ്ങനെ ഓലൊപ്പം പോന്നു. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ ഫിറൗവിനെ പേടിച്ചിട്ട് പോകുന്നതാണ്. അതിന് മൂപ്പര് പറഞ്ഞു, കുഴപ്പമില്ല, ഇവിടേക്ക് ഏതായാലും ഫിറൗവിൻ്റെ ശല്യമൊന്നും വരില്ല, ഞങ്ങളിവിടെ സുഖമായിട്ട് താമസിച്ചോളി. എൻ്റെ പെൺകുട്ടികളുണ്ട് രണ്ടാൾക്കാർ, അവരിൽ നിന്ന് മൂത്ത ആളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാറ്, അവളൊന്ന് കണ്ടോളി പറഞ്ഞു. അങ്ങനെ പെണ്ണുണ്ട് നോക്കുമ്പോൾ മൂസാ നബിക്ക് ചെറിയോളെയാണ് ഇഷ്ടപ്പെട്ടത്, രണ്ടാമത്തോളെ. അപ്പോൾ പറഞ്ഞു, എനിക്ക് രണ്ടാമത്തോളെയാണ് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു. അതിൽ മൂപ്പര് പറഞ്ഞു, ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ മൂത്തോളെ കെട്ടിച്ചാൽ രണ്ടാമത്തോളെ കെട്ടിച്ചു തരാം, നിങ്ങൾ രണ്ടും കെട്ടിക്കോളി പറഞ്ഞു. മൂസാ നബിയുടെ ശരീരത്തിൽ അങ്ങനെ പറ്റിയെന്നുണ്ടോ, ഞാൻ കരുതിങ്ങാണ്ട് ഏട്ടത്തിനെയും അഞ്ചത്തിനെയും പെണ്ണ് കെട്ടാൻ വേണ്ടി പോകണ്ടാരും. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീരത്തിലായി ജായിസായിരുന്നു. അങ്ങനെ ഏതായാലും ഏട്ടത്തിനെയും അനിയത്തിനെയും ഒരുമിച്ച് കല്യാണം കഴിച്ചു. മഹർ കൊടുക്കാൻ ഒന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നിങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ്, ഞങ്ങൾ കുറച്ചാൽ ആടിനെ നോക്കിയാൽ മതി എന്നുള്ള, പെൺകുട്ടികൾ ആ സമയത്ത് ആടിനെ നോക്കാൻ പോകണ്ടല്ലോ, അപ്പം എന്നാൽ അത് മഹറായിട്ട് അതിൻ്റെ കൂലി മഹറാക്കാം, വേറെ ഒന്നും തരുമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ ഇത്രയും കാലങ്ങൾ ആടിനെ നോക്കുമ്പോൾ ആ കാലത്തുണ്ടായ എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളും നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയിക്കൂടെ കൊണ്ടുപോകാറുണ്ട്. എന്നായിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ആടിനെ നോക്കാൻ പോവാണ്. അങ്ങനെ ആടിനെ നോക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ആടിനെ നോക്കാൻ പോകുമ്പോൾ ഒരു വടിയൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഷുഐബ് നബി പറഞ്ഞു, എന്നാലേ നമ്മളെ അകത്ത് ബെഡ്റൂമിൻ്റെ മൂലയിൽ ഒരു 5-6 വടി ഇരിക്കുന്നുണ്ട്, അതിന് പോയിട്ടൊരു വടി എടുത്തോളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാരണം. അതിൽ മൂസാ നബി അലൈഹി ഇസ്ലാം അങ്ങനെ പോയിങ്ങാണ്ട് മൂലൊക്കെ കുറേ വടി ഉണ്ടായിരുന്നു, ഒരു വടി എടുത്തുകൊണ്ട് കൊടുന്നിട്ട് അപ്പം അത് ഞാൻ കൊണ്ടോട്ടെ ചോദിച്ചു. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഷുഐബ് നബി പറഞ്ഞു, മോനെ അത് കൊണ്ടോണ്ട, വേറൊരു വടി എടുത്തു പറഞ്ഞു. അപ്പം എന്നെ അതവിടെ കൊണ്ടുവച്ചിട്ട് മൂപ്പര് വേറൊരു വടി എടുത്തുങ്ങാണ്ട് ഇങ്ങനെ കൊടുന്നിട്ട് വാപ്പാട് ചോദിച്ചു, എന്നാൽ വാപ്പ ഞാൻ ഈ വടി കൊണ്ടോട്ടെ ചോദിച്ചു. നോക്കുമ്പോൾ അത് നേരത്തെ കൊടുന്ന ആ വടി തന്നെയാണ്. അതിൽ പറഞ്ഞു, നിങ്ങൾ ആ വടി കൊണ്ടോണ്ട, വേറൊരു വടി എടുത്തോളി പറഞ്ഞു. അതിലിങ്ങനെ സത്യമായിട്ടും അതിങ്ങനെ കൊണ്ടച്ച് വേറൊരു വടി എടുത്ത് കൊടുന്നിട്ട് വാപ്പാട് ചോദിച്ചു, എന്നാൽ വാപ്പ ഈ വടി കൊണ്ടോട്ടെ ചോദിച്ചു. നോക്കുമ്പോൾ നേരത്തെ കൊടുന്ന വടി തന്നെയാണ്. എന്നാൽ നിങ്ങൾ വടി എടുത്തോളി പറഞ്ഞു. അങ്ങനെയാണ് ആ വടി കിട്ടിയത്. ഏത് വടി? മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി. മുൻകാല അമ്പിയാക്കളിൽ നിന്ന് അനന്തരമായി ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന് വന്നൊരു വടിയായിരുന്നു അത്. അങ്ങനെ ആ വടി എടുത്തു. ആ വടി എടുത്തിട്ട് ഇങ്ങനെ ആടുകളേറ്റ് ഇങ്ങനെ പോവുകയാണ്. എന്നും ഇങ്ങനെ ആടുകളേറ്റ് രാവിലെ ഇങ്ങനെ പോകും. അപ്പോൾ വഴിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. വിവരങ്ങളൊക്കെ ചോദിച്ചു, എന്താ ഇപ്പോൾ മട്ടം സുഖം തന്നെയല്ലേ, എവിടെ ഇപ്പോൾ പാർക്കണമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഷുഐബ് നബിയുടെ പെരയിലാണ് എന്നുള്ള വിവരമൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ഇപ്പോൾ ഏർപ്പാട് ചോദിച്ചപ്പോൾ ആടിനെ നോക്കലാണ് പറഞ്ഞു. ആടിനെ നോക്കിയാൽ എന്താ കിട്ടുക ചോദിച്ചു. ആടിനെ നോക്കിയാൽ ഇവിടുന്നാണ്ട് ഉണ്ടാകുന്ന എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു. എന്നാൽ ഞാൻ ഒരു പണി പറഞ്ഞുതരാം, ഞാനൊരു തോട്ടം, ഒരു സ്ഥലം കാണിച്ചു തരാം, അവിടുന്ന് ഇല ചാടിച്ചു കൊടുത്താൽ മതി ആടുകൾക്ക്, എന്നാൽ ഇനി ഇവിടുന്നാണ്ടുള്ളതൊക്കെ പുള്ളിയുള്ള ആടും കുട്ടികളെ ആയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ. അന്ന് രാവിലെ പോകുമ്പോൾ ആ തോട്ടത്തേക്ക് ആടുകളെ കൊണ്ടുപോകും, അവിടെ ഇങ്ങനെ ഇലകൾ ചാടിച്ചു കൊടുക്കും. അങ്ങനെ ആടുകൾ തിന്നും. അങ്ങനെ പള്ളറിയും. പിന്നെയും കുറച്ചൊക്കെ ഇങ്ങനെ പോയി ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ വൈകുന്നേരം അങ്ങനെ മടങ്ങി വരും. അപ്പോഴും കുറച്ച് ഇല ചാടിച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ അവിടുന്നാണ്ട് ഉണ്ടായ കുട്ടികളൊക്കെ പുള്ളിയുള്ള ആടും കുട്ടികളായി. ഒരു ദിവസം അമ്മോശാക്ക പറഞ്ഞു ഷുഐബ് നബി അലൈഹി ഇസ്ലാം, മോനെ വാപ്പാൻ്റെ കുട്ടിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുള്ളില്ലാത്ത ആടും കുട്ടികളെ ഇക്കാരട്ടോ പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. എന്താ എന്നാൽ അങ്ങനെ ആക്കാറുണ്ട്.
അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആടിനെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ വീണ്ടും കണ്ടു. എന്തൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചു, സുഖം തന്നെയല്ലേ, റാഹത്തല്ലേ എന്നൊക്കെ ചോദിച്ച്. ആടുകളൊക്കെ ഇപ്പോൾ കോനുണ്ടോ ചോദിച്ചു. ആ ഒരുപാടുണ്ട് പറഞ്ഞു. തീരുമാനം എന്തെങ്കിലും മാറിയിട്ടുണ്ടോ ചോദിച്ചു. ആ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട് പറഞ്ഞു. എന്താ മാറ്റം എന്ന് ചോദിച്ചു. ഇവിടുന്ന് ആണ്ടുള്ള പുള്ളില്ലാത്ത ആടും കുട്ടികളെ ഇക്കാരം എന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ വേറൊരു തോട്ടം കാണിച്ചു തരാറ്. അങ്ങനെ വേറൊരു തോട്ടം കാണിച്ചു. അങ്ങനെ കഥ നീണ്ടു പോവുകയാണ്. നമ്മളെ പോയിൻ്റ് കഴിഞ്ഞു. നമ്മളെ പോയിൻ്റ് അവിടെയാണുള്ളത്. എവിടെ? പുള്ളിയുള്ള ആടും കുട്ടികളും പുള്ളിയില്ലാത്ത ആടും കുട്ടികളും അവിടെയാണുള്ളത്. കഥ പിന്നെന്താ വെച്ചാൽ, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം പൂർത്തിയായി. മഹാനവറുകൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തൂരി സീനാ പർവ്വതത്തിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് നുബുവത്ത് കിട്ടുകയാണ്. പിന്നെ ഫിറൗവിൻ്റെ അടുത്തേക്ക് ദീൻ പറയാൻ വേണ്ടി പോവുകയാണ്. കഥ അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഈ പുള്ളി ഉള്ള ആടുംകുട്ടികളും പുള്ളില്ലാത്ത ആടുംകുട്ടികളും എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ്. ഇത് നമ്മളെ തഫ്സീറുകളിലൊക്കെ ഉണ്ട്, സ്വാവിയിലുണ്ട്. ഇതേ കഥ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസത്തോടു കൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പുള്ളിയുള്ള ആടുംകുട്ടികളായത് എങ്ങനെയാ വെച്ചാൽ, ജിബ്രീൽ അലൈഹി ഇസ്ലാം കാണിച്ചു കൊടുത്ത തോട്ടം പുള്ളിയുള്ള മരങ്ങളും ഇലകളുമുള്ള ഒരു തോട്ടമായിരുന്നു. അപ്പം അതിന്ന് ഇല ചാടിച്ചു കൊടുത്താൽ അത് തിന്നിട്ട് പള്ള നിറയും. വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണ ചേരും. ഇണ ചേരുമ്പോൾ ഈ പുള്ളിയുള്ള ഇലകളിലേക്കും തണ്ടുകളിലേക്കും കമ്പുകളിലേക്കും മരങ്ങളിലേക്കും ഒക്കെ നോക്കുന്നു എന്നതാണ് കുട്ടികൾ പുള്ളിയുള്ളതാകുന്നതിൻ്റെ ഒരു കാരണം. രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളില്ലാത്ത മരവും ഇലയുള്ള തോട്ടമായിരുന്നു. അതുകൊണ്ട് അവിടെ അങ്ങനെയായി. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഉള്ള വേസ്റ്റൊക്കെ കൂടിയും ബെഡ്റൂം കൊണ്ടുവച്ചാൽ കുട്ടികളൊക്കെ വേസ്റ്റാവും. ഇത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധിയോടെ കൂടെ കാക്കേണ്ട റൂം ബെഡ്റൂമാണ്. നല്ല വിരിപ്പ്, നല്ല പെയിൻറ്റ്, നല്ല അടച്ചുറപ്പ്, നല്ല സ്മെല്ല്, നല്ല വാസന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബെഡ്റൂമിനുണ്ടായിരിക്കണം. ബാത്ത എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി താമസിച്ചു എന്നാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാനുള്ള സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറങ്ങണത് വേസ്റ്റിൻ്റെ ഇടയിലായാൽ പിന്നെ വീടിന് എന്തർത്ഥമുള്ളത്? ബൈത്ത് എന്നാണ് അറബിയിൽ വീടിന് പറയാം. ബൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം രാത്രി ഉറങ്ങണ സ്ഥലം എന്നാണ്. അപ്പോൾ ഉറങ്ങണ സ്ഥലം ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, നമ്മളൊക്കെ നാട്ടിലെ പെരകൾ നോക്കിയാൽ, ഇപ്പം എൻ്റെ പെരയാണെങ്കിലും നിങ്ങളെ പെരയാണെങ്കിലും നമ്മളെ നാട്ടിലെ പെരയൊക്കെ ആണെങ്കിൽ പുറത്ത് നല്ല ചുരുക്കുണ്ടാവും. എന്നാൽ അറബികളൊക്കെ പെര നോക്കിയാൽ പുറത്ത് വല്ല ഗവൺമെൻറ് ഓഫീസ് പോയിട്ട് ഒരു മഞ്ഞപ്പൈൻ്റെ അടിച്ചൊരു കൂടാരം ഉണ്ടാവും. ഉള്ളിൽ ചെന്നാൽ നല്ല സൗകര്യക്കാരൻ. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽ സൗകര്യം വളരെ കുറവും. പുറത്തിങ്ങനെ ആൾക്കാർ കാണുന്നിടത്ത് ഇങ്ങനെ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ട് മാർബിളൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ ചുമരുമ്പോൾ അങ്ങനെ കേൾക്കാരാണ്. ഉള്ളിൽ ശരിക്കും വേണ്ടത് എന്താണ്? ബെഡ്റൂമാണ് ഏറ്റവും കൂടുതൽ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത്. നല്ല ടൈൽസ് ബെഡ്റൂമിലുണ്ടാകണം, നല്ല വിരിപ്പ് ബെഡ്റൂമിലുണ്ടാകണം, നല്ല കട്ടിൽ ബെഡ്റൂമിലിടണം. അപ്പോൾ വീടിൻ്റെ വൃത്തിയെ നോക്കുന്നത് ബെഡ്റൂമിൻ്റെ വൃത്തി നോക്കിയിട്ടാണ്. ഹോട്ടലിൻ്റെ വൃത്തി നോക്കാൻ ബാത്റൂം എത്രണ്ട് വൃത്തിയുണ്ട് നോക്കിയിട്ടാണ്. പള്ളിൻ്റെതും അങ്ങനെ തന്നെയാണ്. വഖഫ് ബോർഡിൽ നിന്ന് പള്ളി പരിശോധിക്കാൻ ആൾ വന്നാൽ ആദ്യം ബാത്റൂമൊക്കെ പോവുക. അവിടെ പൈൻറ്റിൻ്റെ കേടുവന്ന ഡപ്പ വെച്ച് കഴിച്ചാൽ സംഗതി മനസ്സിലാവും. നോട്ടക്കാർ വളരെ മോശമാണ്. വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാൽ കിട്ടുമല്ലോ. ഇപ്പോൾ പള്ളിക്കത്തെ പിന്നെ ബാത്റൂമിലൊരു കോപ്പ വാങ്ങിയൊക്കെയുള്ള പൈസയൊക്കെ അതും കൂടിയും കാട്ടാനുള്ള മടിയുള്ള ആൾക്കാരാണ് ഭരണകർത്താക്കൾ എന്ന് വേഗത്തിൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ പള്ളീൻ്റെതും അങ്ങനെ തന്നെയാണ്. ബാത്റൂം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. നല്ലതുമായി പെരുമാറിയാൽ നല്ല സ്വഭാവം ഉണ്ടാവും. മോശമായൊരു വസ്തുവുമായി നമ്മൾ പെരുമാറാൻ പാടില്ല എന്നാണ്. മനുഷ്യൻ പെരുമാറുന്നതിൻ്റെ ഗുണം അവനുണ്ടാവുന്നതാണ്. ഓട്ടോറിക്ഷയിൽ വരുന്ന ആളും ഇന്നോവയിൽ വരുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതാണ് നമ്മൾ കല്യാണ നിശ്ചയത്തിനൊക്കെ പോകുമ്പോൾ റാഡോ വാച്ച് കെട്ടിയ ആൾക്കാർ തന്നെ തിരഞ്ഞുപിടിച്ച് കൊണ്ടുപോകുമല്ലോ. മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഒരു നിലവാരം അവനുണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നിലവാരം കുറഞ്ഞൊരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. യാത്ര പോവുകയാണെങ്കിൽ ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു സംഗതിയാണ്, വലിയ നല്ല സൗകര്യമുള്ള ഹോട്ടലിനൊക്കെ തട്ടുകട എന്ന് പേരിട്ടുക ചില ആൾക്കാർ. ഒരു സാധനത്തിൻ്റെ പേര് നോക്കിയാൽ അതൊരു തട്ടുകൂട്ട് പരിപാടിയാണെന്ന് കിട്ടുമല്ലോ. വലിയ ഹോട്ടലിന് തട്ടുകട എന്ന് എന്തിനാ പേരിടേണ്ട ആവശ്യം? അതിൻ്റെ യാതൊരു ആവശ്യമില്ല. അതിന് നല്ലൊരു ചൊറുക്കുള്ള ഇതിലെന്തൊക്കെ സൗകര്യം ഉണ്ടാകുക എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള നല്ലൊരു പേരിട്ട് അത്ര നന്നു.
അത് നമ്മളാകാത്ത പേര് കൊണ്ടുപോയിട്ട് ഇടും. തട്ടുകട എന്ന് പറഞ്ഞാൽ ശരിക്കും റോഡ് സൈഡിൽ ഉണ്ടാകേണ്ട ചെറിയ ചായ്പിനിടേണ്ട പേരാണ്. അത് എല്ലാ സൗകര്യമുള്ള ഹോട്ടലിനിടേണ്ട. അപ്പം എന്താ പറഞ്ഞു വെച്ചാൽ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വേറെ ഹോട്ടലില്ലാത്തതുകൊണ്ട് തട്ടുകടയെന്ന് വല്ല ചായയും കടിയും കുടിക്കുകയാണെങ്കിൽ തിരക്കിടൊന്നുമില്ല. ഇല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ കയറിയിട്ട് തന്നെ കുടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ എന്തുമായെല്ലാം പെരുമാറുന്നുവോ എന്തെറ്റെല്ലാം സഹകരിക്കുന്നുവോ അതിൻ്റെ സ്വഭാവങ്ങളാണ് നമുക്കുണ്ടാകുക. കരിങ്കല്ലിൻ്റെ തറയിട്ട വീട്ടിൽ താമസിക്കുന്നവൻ്റെ സ്വഭാവവും വെട്ടുകല്ല് കൊണ്ട് തറയുണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്നവൻ്റെ സ്വഭാവവും വ്യത്യാസം ഉണ്ടാവും. മനുഷ്യൻ അവന് പെരുമാറുന്ന വസ്തുക്കളുടെ സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ വൃത്തി, ശരീരം വൃത്തിയായി സൂക്ഷിക്കണം, വസ്ത്രം വൃത്തിയായി സൂക്ഷിക്കണം, പെരുമാറുന്ന എല്ലാ വസ്തുക്കളും വൃത്തിയായി സൂക്ഷിക്കണം. നദാഫത്ത്, ദീനിനെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് നദാഫത്തിൻ്റെ മേലിലാണ്. ബുനിയദ്ദീനു അലൻ നദാഫ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിനെ ഉണ്ടാക്കപ്പെട്ടത് വൃത്തിയുടെ മേലിലാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. 4 പ്രധാനപ്പെട്ട വൃത്തികളാണുള്ളത്. 4 വൃത്തിയാണ്. 1, മ്ലേച്ഛമായ വസ്തുക്കളിൽ നിന്ന് ശരീരം വൃത്തിയായിരിക്കുക എന്നതാണ് ഒന്നാമത്തേത്. അതിന് 2 ഭാഗങ്ങളുണ്ട്. ശരീരം വൃത്തിയാകുക എന്നുള്ളതിന് 1 നജസിൽ നിന്ന് വൃത്തിയാവുക, 2 മോശം വസ്തുക്കളിൽ നിന്ന് വൃത്തിയാവുക. നജസിൽ നിന്ന് വൃത്തിയാകുന്നതിന് ത്വഹാറത്ത് എന്നാണ് പറയുക. മോശമായ സാധനങ്ങളിൽ നിന്ന് വൃത്തിയാകുന്നതിന് നദാഫത്ത് എന്നാണ് പറയുക. ത്വഹാറത്തും നദാഫത്തും വ്യത്യാസമുണ്ട്. ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധി, നദാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തി. ശുദ്ധി ആയതുകൊണ്ട് വൃത്തിയായിക്കോളണമെന്നില്ല, വൃത്തിയായതുകൊണ്ട് ശുദ്ധിയായിക്കോളണമെന്നില്ല. കയ്യമ്മ കത്തിയട്ടിയിട്ട് ചോരായി, അപ്പോൾ അവിടെ ഇങ്ങനെ കട്ടൻ ചായ എടുക്കുന്നുണ്ട്. കട്ടൻ ചായ കൊണ്ട് കഴുകിയാൽ വൃത്തിയാവും, ശുദ്ധിയാവില്ല. വൃത്തിയായതുകൊണ്ട് ശുദ്ധിയായിക്കോളണമെന്നില്ല. മൂത്രമൊഴിച്ചപ്പോൾ തേങ്ങൻ്റെ വെള്ളം ഉണ്ട് അവിടെ ഇരിക്കണം, അപ്പം എന്നാൽ അതുകൊണ്ടുകൊണ്ട് ഒഴിച്ചു, എന്നാലും വൃത്തിയാവും, പക്ഷേ ശുദ്ധിയാവില്ല. ശുദ്ധിയായതുകൊണ്ട് വൃത്തിയായിക്കോളണമെന്നില്ല, ശുദ്ധിയായതുകൊണ്ട് വൃത്തിയാവില്ല. അപ്പം നമ്മൾ തുണിയിൽ ചോര നമ്മൾ നല്ല വെള്ളം കൊണ്ട് കഴുകി നല്ല സോപ്പൊക്കെ ഇട്ട് വരതി കഴുകി വെക്കുമ്പോൾ ഒരു ചുവന്ന കളറുണ്ട് കാണാൻ. നിറം മാത്രം ബാക്കിയായതുകൊണ്ട് നജസ് ശുദ്ധിയാവാതിരിക്കില്ല. കളറ് ബാക്കിയായിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, സാധനം ശുദ്ധിയാവും, പക്ഷെ വൃത്തിയാവില്ല. വൃത്തിയാണെങ്കിൽ എന്താവണം? വൃത്തിയാണെങ്കിൽ കറ കളയണ സാധനം ഇട്ടുങ്ങാണ്ട് ആ കറയും കൂടിയും കളയണം, അപ്പോഴേ വൃത്തിയാവുള്ളൂ തന്നെ. അപ്പോൾ ശുദ്ധി വേറെയാണ്, വൃത്തി വേറെയാണ്. ശരീരം ശുദ്ധിയുമായിരിക്കണം, ശരീരം വൃത്തിയുമായിരിക്കണം, രണ്ടും വേണം. സിഹത്തിന് സ്വഹീ ആവാൻ ശുദ്ധിയായാൽ മതി. നിസ്കാരം സ്വഹീ ആവാൻ ശരീരം ശുദ്ധിയായാൽ മതി, വൃത്തിയാവണമെന്നില്ല. എന്നാൽ വൃത്തിയാവൽ വേറെ തന്നെയാണ്. അത്തഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി ഈമാൻ്റെ പകുതിയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അന്നവാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൽ പെട്ടതുമാകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശുദ്ധിയും വേണം, വൃത്തിയും വേണം, രണ്ടും വേണം. അപ്പം ശരീരം ശുദ്ധിയാവുക അല്ലെങ്കിൽ ശരീരം വൃത്തിയാവുക, ഇതാണ് ഒന്നാമത്തെ ശുദ്ധിയും ഒന്നാമത്തെ വൃത്തിയും. റമളാൻ മാസത്തിൽ ഉച്ചൻ്റെ ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. എന്നാൽ എല്ലാ സമയത്തും കറാഹത്തൊന്നുമല്ല. ഉറങ്ങി നീച്ചാൽ കറാഹത്തൊന്നുമില്ല. ഉറങ്ങി നീച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവന് പല്ല് തേക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് അപ്പോഴും ഉണ്ട്. പക്ഷെ റമളാൻ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ പല്ല് തേക്കുമ്പോൾ ഒരു ഒളിയും മറയൊക്കെ വേണം, പരസ്യമായിട്ട് തേക്കരുത് മാത്രം. ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ചെങ്ങായിക്ക് നോലുമ്പില്ലെന്നാവുമെന്ന് തോന്നുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് സ്വകാര്യത്തിൽ ഒരാൾ പല്ല് വെച്ചു എന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഉറങ്ങി നീച്ചാൽ ആ നാറിന തൊള്ളയേറ്റ ആൾക്കാരുടെ ഇടയ്ക്ക് പോകുമൊന്നും വേണ്ട, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരം എന്താ വെച്ചാൽ ഉറങ്ങിച്ചാലും പറ്റൂല എന്നാണ്. അങ്ങനെയില്ല, ഒരു കാരണമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾ ഉച്ചൻ്റെ ശേഷം പല്ലേക്കാൻ പാടില്ല, കറാഹത്താണ്. അതേസമയത്ത് കുറേ ആളുകളോട് സംസാരിക്കാനുള്ളതാണ്, മദ്യം പറയാൻ പോവുകയാണ്, എന്നാ പല്ലേക്കാം.
അല്ലെങ്കിൽ കുറേ ആളുകളോട് സംസാരിച്ചിട്ട് വായ പകർച്ചയായിട്ടുണ്ട്, എന്നാൽ പല്ലേക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പല്ലേക്കൽ കറാഹത്താണെന്ന് പറഞ്ഞത് ഒരു കാരണവും ഇല്ലെങ്കിൽ എന്നാണ്. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പല്ലേക്കണേന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണുള്ളത്. അപ്പം അതുകൊണ്ട് ശരീരം ശുദ്ധിയുമായിരിക്കണം. ശരീരം വലിയ സ്ഥാനമുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് രീതി അതാണ്. കുളിച്ച് എണ്ണ തേച്ച് മുടി ചീകിയിട്ടതിന് ശേഷം തൊപ്പി ധരിച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കും. എല്ലാവർക്കും ഓരോ തൊപ്പി വേണം. അടുത്ത പ്രാവശ്യം അമ്പലത്തേക്ക് പോകുമ്പോൾ വാങ്ങിക്കോളി ഓരോ തൊപ്പി. ഓരോന്നുള്ളവർ 2 കൂടി വാങ്ങിയിട്ട് 3 തൊപ്പിയാക്കണം. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നബി തങ്ങൾക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഒരേമായിരുത്തതല്ല, 3 സൈസിലായിരുന്നു. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. തലകെട്ടിൻ്റെ ശ്രേഷ്ഠത തൊപ്പിക്കുണ്ടെന്ന് ബിഗയയിലുണ്ട്. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ ഹയ്യു മുസ്ലിം വേഷമിൽ സംതൃപ്തിത, അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. അപ്പം എല്ലാവർക്കും ഓരോ തൊപ്പി വേണം, എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം. എന്നുടാണ്ട, ഓരോന്ന് ഉണ്ടായാൽ മതി. എന്തേ കാരണം? ഇൽബസു മിൻ സിയാബിക്കുമുൽ ബയാള വകഫിനു ഫിഹാ മൗതാകും ഹബീബുനാ റസൂലുള്ളാഹി. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പം ഈ അമ്ര, ഈ കൽപ്പന അനുസരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം. എന്നിടണ്ട, വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോടുക, മരിച്ചോടത്ത് പോകുമ്പോടുക. ഒരു തൊപ്പി എല്ലാവർക്കും വേണം, അരയിൽ വെക്കുക. അല്ലെങ്കിൽ ടവലായാലും മതി തൊപ്പിൻ്റെ സ്ഥാനത്ത്. ഒരു ടവൽ എല്ലാവർക്കും വേണം, അരയിൽ വെക്കുക. മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോൾ എടുത്തുകൊണ്ട് തലയിലിടുക. മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോൾ അങ്ങനെ എല്ലാവരും തല മറക്കുമ്പോൾ നമ്മളെടുത്തൊന്നും ഇല്ലാഞ്ഞാൽ പറ്റൂല. അപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തലയിൽ, പോക്കറ്റിൽ ആദ്യം ഉണ്ടെങ്കിലല്ലേ എടുത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ പോക്കറ്റിലൊന്ന് വേണം എല്ലാവർക്കും. ജീവിതം റമദാൻ മാസം കൊണ്ട് മാറണ എല്ലാ നിലക്കും. എന്നാലേ റമദാൻ സാറില്ല, എൻ്റെ മേത്ത് കിട്ടിയിട്ടില്ല. റമദാൻ മാസം ആകുമ്പോൾ നമുക്ക് ജീവിതം മാറണം. കറണ്ട് വയ്ക്കുക ആയിക്കോട്ടെ. റമദാൻ മാസം കൊണ്ട് ജീവിതത്തിന് മാറ്റം വേണം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ മാതിരി തന്നെ കൊല്ലത്തെ റമദാനായ അതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. കഴിഞ്ഞല്ലോ റമദാൻ ആദ്യത്തിന് വന്നുങ്ങാണ്ട് ആ മുസാഫൊക്കെ എടുത്ത് വെച്ചാണ്ട് ഓതി 4 പേജ്. ഇക്കൊല്ലം റമദാൻ വന്നപ്പോൾ മുസാഫൊക്കെ എടുത്തേണ്ടാണ് തുടങ്ങി 4 പേജ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇക്കൊല്ലം നീങ്ങിയില്ലെങ്കിൽ ഒരു കൊല്ലം നമ്മളിവിടെ ഏറെ ജീവിച്ചതിന് എന്ത് കാര്യമുള്ളത്? ആയുസ് പറഞ്ഞാലേ നമ്മൾ ദീർഘായുസിന് തോരക്കുമല്ലോ. പക്ഷെ നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. സംഗതി വണ്ടിൻ്റെ ചോട്ട് വെട്ടാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും, വെള്ളത്തിൽ കൂടി വലിച്ചു പോയാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഏത് വരക്കണത്? പഠിച്ചോനെ ദീർഘായുസ് തരണേ. എന്താ അതുകൊണ്ടുള്ള കാര്യം? ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാൽ ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും കൂടണം. അതിനാണ് ഒരു കൊല്ലം ഏറെ നിൽക്കുന്നത്. 60 വയസ്സുള്ള ആൾക്കും 61 വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ. 61 വയസ്സുള്ള ആൾക്ക് ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും കൂടുതലുണ്ടെങ്കിൽ ഒരു റമദാനും മുതലായി, ഒരു റബീഉൽ അവ്വലും മുതലായി, ഒരു ബറാത്തും മുതലായി, ഒരു മുഹറവും ഒരു മിഅ്റാജൊക്കെ മുതലായി.
അതല്ല 60 വയസ്സിലും അങ്ങനെ തന്നെയാണ്. 63 ലേശം കുറഞ്ഞിക്കുകയാണെങ്കിലോ വെറുതെ ഒരു കൊല്ലം ഇവിടുത്തെ ചോറ് തിന്നാണ്ട് ഒരു കാര്യം അതുകൊണ്ട് ഇല്ലാതായി എന്നാണ്. ഒരു കൊല്ലം നമ്മളെ ഏറെ ദുന്യാവിൽ നിന്നാൽ അപ്പം കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ ഈ കൊല്ലത്തെ റമദാനിൽ നമുക്ക് എന്താണ് ഈമാനിലും തഖ്വയിലും വർധനവുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് 29 അന്ന് അല്ലെങ്കിൽ 30 അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ ഖൽബ് നമ്മളോട് പറയണം അൽഹംദുലില്ലാഹ് ഇക്കൊല്ലത്തെ റമദാൻ മുതലായിട്ടുണ്ട്. വേറെ ആരുമല്ല പറയണ്ടേ, നമ്മളെ ഖൽബ് പറയണം നമ്മളോട് ഇക്കൊല്ലത്തെ റമദാൻ മുതലായി, എന്നാൽ നമുക്കൊരു കൊല്ലം മുതലായി. ഇല്ലെങ്കിൽ ഒരു കൊല്ലം നഷ്ടമാണ്. ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാൻ വരികയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പുതിയ കൊല്ലം വരുന്നുണ്ട് എന്നല്ല ശരിക്കും ആലോചിക്കേണ്ടത്. നമ്മൾ ആയുസ്സെന്നൊരു ഒരു കൊല്ലം പോകുന്നുണ്ട് എന്നാണ്. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച ഗടികൾ കണക്കേ നിൻ ആയുസ്സിൻ തീർച്ച. ഷുജായി മൊയ്തു മൗലവി പാടിയതാണ് സഫലമാല. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച ഗടികൾ കണക്കേ നിൻ ആയുസ്സിൻ തീർച്ച. പഴയ കാലവും പുതിയ കാലവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പഴയ കാലത്ത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയാകാൻ 7 ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് ആകെ ഒരാഴ്ചയേ ഉള്ളൂ. ഇന്നലെയും വെള്ളിയാഴ്ച, ഇന്നും വെള്ളിയാഴ്ച, നാളെയും വെള്ളിയാഴ്ച. എന്നേപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയായി. ഒരു നഖം മുറിച്ചാൻ വരെ നമുക്ക് നേരമില്ല. പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിരിക്കണം. ഒരു മനുഷ്യൻ എല്ലാ നിലക്കും ഒന്ന് വൃത്തിയാകുക പുതിയാപ്പിളവുമ്പോഴാണല്ലോ. നല്ല തുണിങ്ങുപ്പായൊക്കെ എടുത്ത് താടിമുടിയൊക്കെ ഒന്ന് നേരാക്കി ഒന്ന് ഉഷാറായിട്ട്, എന്നാൽ നിക്കാഹിന് വേണ്ടി പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളൊന്നല്ല, കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്നാ ഓൻ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഓന് വെള്ളിയാഴ്ചയും വലിയൊരുനാൾ ഒരുമിച്ച് നിന്നിട്ടും കാര്യമില്ല, മുറിച്ചൂല. പുതിയാപ്പിള പോകുമ്പോൾ മുറിച്ചാത്ത പിന്നെ അതുകൊണ്ട് നഖം മുറിക്കണം എല്ലാവരും. ഒരു മനുഷ്യൻ്റെ വൃത്തിയുടെ പ്രധാനപ്പെട്ട അടയാളം നഖം മുറിക്കലാണ്. റുക്കൂക്ക് പോകുമ്പോൾ കാലുമൊക്കെ നോക്കിയാൽ അറിയാം ആൾക്ക് വൃത്തി ഉണ്ടോ ഇല്ലയെന്ന്. അവനവൻ്റെ കാലുമൊക്കെ ആദ്യം നോക്കിയാൽ മതി, അടുത്തുള്ളവരത് നോക്കണ്ട. അവനവൻ്റെ നോക്കിയാലും കാണുമല്ലോ. കയ്യുമത്തെ പിന്നെയും മുറിക്കും, കാലുമത്ത് മുറിക്കാൻ ഭയങ്കര മടി ആൾക്കാർക്ക്. 10 ഫിത്രത്ത് 10 പ്രകൃതങ്ങളെ മനുഷ്യൻ സൂക്ഷിക്കണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഖം മുറിക്കൽ. നഖം മുറിക്കുക അത് മനുഷ്യൻ്റെ ഫിത്രത്താണ്. കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. റമദാനിൽ പറ്റൂല, രാത്രി പറ്റും. നോമ്പ് തുറന്നാൽ അത്തായം കഴിച്ചാലൊക്കെ സുഗന്ധം ഉപയോഗിക്കാം. പകൽ മാത്രമേ പറ്റായുള്ളൂ. രാത്രി ഉപയോഗിച്ചതിൻ്റെ വാസന പകലിൽ നിലനിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല. അത്തായം കഴിഞ്ഞതിന് ശേഷം ശരീരത്തിൽ സുഗന്ധം പൂശിയ ഒരാൾ ആ വാസന നേരം വെളുക്കുമ്പോൾ ഉണ്ടായി എഴുതിയിട്ട് കുഴപ്പമില്ല. പകൽ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ. വാസനിക്കണതിന് കുഴപ്പമൊന്നുമില്ല, വാസന തടുത്താൽ നിൽക്കണമല്ല. അപ്പം നോമ്പ് തുറന്നതിന് ശേഷം കുളിക്കലും നല്ലതാണ്. കാരണം എന്താ, നോമ്പ് നോൽക്കുമ്പോൾ വയറ് കാലിയായിട്ട് വിയർപ്പ് കൂടുതലുണ്ടാവും. നോമ്പ് തുറക്കാനാവുമ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാകുമ്പോൾ നോമ്പൊക്കെ തുറന്ന് വെള്ളം ചെല്ലുമ്പോൾ നല്ലോണം വിയർപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ നല്ല തേച്ചൊരച്ച് കഴുകണം. ദൽക്കുൽ ആളാ, അംഗങ്ങൾ തേച്ചു കഴുകുക എന്നത് പ്രധാനപ്പെട്ട സുന്നത്താണ്. നാളെ ഒരാളിനോട് ചോദിച്ചു, ഈ ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ദൽക്കുല്ലാഹ് എന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞ് ഒതുണ്ടാക്കുമ്പോഴും കുളിക്കുമ്പോഴും ശരീരം തേച്ചുരച്ച് കഴുകണം എന്ന് പറഞ്ഞ സാധനമാണ് ഫിസിയോതെറാപ്പി. അതിന് നമുക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ മെഷീൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നത്. എന്നും കുളിക്കുമ്പോൾ നല്ലോണം ചാരിയിട്ട് തേച്ചുരച്ച് കഴുകുകയാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിയും വേണ്ടി വരില്ല. പക്ഷെ നമുക്ക് ഒഴിവില്ല. റമദാൻ മാസത്തിൽ നോമ്പ് തുറന്നതിന് ശേഷം തേച്ചൊരച്ച് കുളിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകമായി ഫളിലുള്ള കാര്യമാണ്. അതുകൊണ്ട് റമദാനിൽ നല്ലോണം വൃത്തി സൂക്ഷിക്കണം. എല്ലാ സമയത്തും നമ്മൾ സൂക്ഷിക്കണം. ശരീരം വൃത്തിയാവാനും കൂടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ്. നിയ്യത്ത് തെറ്റരുത് എന്ന് മാത്രം. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഉള്ള വേസ്റ്റുകൾ, ഒന്ന് മലം, മറ്റൊന്ന് മൂത്രം, മൂന്നാമത്തെ ഒന്ന് വിയർപ്പ്, നാലാമത്തെ ഒന്ന് എയറോബിക് വേസ്റ്റ് എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. 5 വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്ന് മലം, മറ്റൊന്ന് മൂത്രം, മൂന്നാമത്തേത് വിയർപ്പ്,
നാലാമത്തേത് എയറോബിക് വേസ്റ്റ് അഥവാ കാർബൺ ഡൈ ഓക്സൈഡ്. നാല് മാലിന്യങ്ങളെ പുറത്ത് കളയണം. നന്നായിട്ട് മൂത്രയിക്കണം. മൂത്രം എന്ന നിഅമത്തിനോടുള്ള മനുഷ്യൻ്റെ നിഷേധമാണ് മൂത്രസംബന്ധമായ അസുഖങ്ങൾ എന്നാണ്. നമ്മൾ ഏത് അമല് ചെയ്താലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. ഏത് നല്ല കാര്യം ചെയ്താലും അൽഹംദുലില്ലാ എന്ന് പറയാം. എന്നാലും മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ മാത്രം ഗുഫ്റാനക അൽഹംദുലില്ലാ എന്നാ പറയാം. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ചൊല്ലണ ദിക്റ് ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഗുഫ്റാനക അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു, അൽഹംദുലില്ലാ എല്ലാ സ്തുതിയും നിനക്കാകുന്നു. എന്താ ഗുഫ്റാനക? അല്ലാഹുവേ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഒഴിച്ചത് ഏതായാലും ഒഴിച്ചു, ഇനി മേലാലൊഴിക്കൂലെന്ന്. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ചെല്ലണ ദിക്റാണത്. ഏത്? അത് പിന്നെ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ഇറങ്ങുമ്പോൾ ചെല്ലും കൂടിയും വേണം. ബോർഡുകൾ ഇവിടെ ഒക്കെ ഉണ്ട് കുറേ എണ്ണം. പള്ളി മൊത്തം നോട്ടീസ് അയക്കാറില്ല. ഇവിടെ ലേശം കുറവുണ്ട്, ചില സ്ഥലത്ത് വന്നാൽ കാണാം പള്ളിൻ്റെ ഉള്ളിൽ മൊത്തം നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടാവും. കയറിനോടത്ത് കാല് കഴുകി കയറുക, തുപ്പരുത്, ഇളകരുത്, അങ്ങോട്ടാക്കരുത് ഇങ്ങോട്ടാക്കരുത്, മിണ്ടാതിരിക്കുക, സംസാരിക്കരുത്, മൊബൈൽ ഫോൺ ഓഫാക്കുക, കുത്തുബ ശ്രദ്ധിക്കുക, അങ്ങനെ മൊത്തം ആവശ്യമുള്ളത് വെക്കട്ടോ. ആവശ്യമുള്ളത് ഇപ്പോൾ ഒതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്റ് ചിലപ്പോൾ എല്ലാവർക്കും കാണാതെ അറിയില്ല. അപ്പം അതൊന്ന് വെച്ചാൽ നല്ല തന്നെയാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീന വജ്അൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ. ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. അതൊന്ന് വെച്ചാൽ നന്നായി. വർത്തമാനം സംസാരിക്കാതിരിക്കണമെന്ന് ബോർഡില്ലായിട്ടാ വർത്തമാനം പറയണമെന്ന് ഞങ്ങൾ വിചാരം. അതൊന്നല്ല, ബോർഡ് ഉണ്ടായതുകൊണ്ട് ഉണ്ടായിരിക്കില്ല. അത് ബോധമാണ്. മനുഷ്യന്മാർക്കൊരു ബോധം വേണം, എന്നാൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണത്. അല്ലാതെ അത് നോട്ടീസിൻ്റെ പ്രശ്നമല്ല. അങ്ങനെ നമ്മൾ മൊത്തം നോട്ടീസ് ഒട്ടിക്കരുത്. ആവശ്യമാണെന്ന് തോന്നണേ ചില സംഗതി. ഈത്തിക്കാഫിൻ്റെ നിയ്യത്ത് ഉദാഹരണം, അത് ചിലപ്പോൾ നമ്മൾ ആ ബോർഡ് കാണുമ്പോൾ ഓർമ്മ വരും ഈത്തിക്കാഫിൻ്റെ നിയ്യത്തൊക്കെ. അപ്പം അതൊരു ബോർഡ് നന്നാവും. പള്ളിക്ക് കയറുമ്പോൾ ഉള്ളത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളത്, ഇങ്ങനെ അത്യാവശ്യമുള്ളതൊക്കെ വെക്കാം. ആവശ്യമില്ലാത്തത് ഇപ്പം ഷർത്തുകളും പറഞ്ഞതൊക്കെ ഇങ്ങനെ കൂടി വരികയാണ്. അതിൽ പെട്ടതാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി. അതിപ്പോൾ ഓഫ് ആക്കണോന് അത് ബോർഡില്ലാതെ ഓഫാക്കും. ഓഫാക്കാത്തവൻ എൻ്റെ മൊബൈൽ വെള്ളിയാഴ്ച ജുമാൻ്റെ അടുത്ത് അടിക്കും. വെള്ളിയാഴ്ച ജുമാൻ്റെ അടുത്ത് അടിക്കലുണ്ട് മൊബൈൽ. അത് ബോർഡില്ലായിട്ടാ, ബോർഡ് വേറെ. അപ്പം എന്തേ പറഞ്ഞു നിങ്ങൾ? ബോർഡ് വെച്ചതുകൊണ്ട് കാര്യമില്ല, അത് ചെല്ലണം. മൂത്രപ്പരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെല്ലണം? ഗുഫ്റാനക അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, അൽഹംദുലില്ലാ എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്. അദ്ഹബ അന്നിയൽ അദാ വഅഫാനി ബുദ്ധിമുട്ടി എന്നിൽ നിന്നവൻ ഇല്ലാതെയാക്കുകയും എന്നെ സുഖമാക്കുകയും ചെയ്ത അല്ലാഹുവിന് എല്ലാ സ്തുതികളും. എന്തിനാണ് ഇവിടെ മാത്രം ഹംദിൻ്റെ മുമ്പ് ഒരു ഗുഫ്റാനക? വേറെ ഏതാണെങ്കിലും ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ആദ്യം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അവിടെ അൽഹംദുലില്ലാഹ് ആദ്യം. എന്തിനാ മൂത്രമൊഴിക്കുകയും കക്കൂസ് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഗുഫ്റാനക? മൂത്രമൊഴിക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തെന്ന ഏറ്റവും വലിയൊരു നിഅമത്ത്. അതൊരു തുള്ളി മൂത്രം പോകാതിരുന്ന് നോക്കണം, അപ്പം അറിയാം. 3 കോടി ഉറുപ്പ്യൻ്റെ മെഷീൻ വെച്ചാലും മൂത്രം ഉണ്ടാക്കാൻ പറ്റൂല. ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കല്ല. നമ്മളെ രക്തം കേടുവന്ന രക്തം ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിൽ നിന്ന് നീരുകളെയും ദുഷിച്ച വസ്തുക്കളെയും നീക്കം ചെയ്ത് ശരീരത്തിലേക്ക് രണ്ടാമത് കൊടുക്കുകയാണ്. അല്ലാതെ മൂത്രം ഉണ്ടാക്കുന്ന പരിപാടിയല്ല. മൂത്രം ഉണ്ടാക്കാൻ അള്ളാഹ് തന്ന ആ മെഷീൻ തന്നെ ഉള്ളൂ, വേറൊരു മെഷീനും നിലവിലില്ല. എന്നാൽ രാത്രി 1 മണിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി നമ്മൾ എന്താ പറയുക? പണ്ടാറടക്കം ഇനിയിപ്പോൾ മൂത്രമൊഴിക്കാനും മുട്ടുണ്ട്, ഇനിയിപ്പോൾ നീച്ചുമാണല്ലോ എന്നാ. എന്താ കാര്യം? രാത്രി 1 മണിക്ക് വന്നാൽ ഒരു 5000 ഉറുപ്പ്യ തരാമെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. മൊബൈലിൽ അലാറം വെച്ചിട്ട് പോകും 1 മണിക്ക്. എന്നാൽ രാത്രി 1 മണിക്കൊന്ന് മൂത്രമൊഴിക്കണമെന്ന് മുട്ടി അങ്ങനെ ഉണ്ടാവും. ഈ ഒലക്ക നാളെ രാത്രി വെള്ളം കുടിക്കൂല. എന്തേ കാരണം? മൂത്രം ഞമ്മക്കൊരു നിയമത്തായി തോന്നിയിട്ടില്ല. 5000 ഉറുപ്പ്യ നമുക്ക് വലിയ നിയമത്താണ്, മൂത്ര നിയമത്തല്ല. അതാണ് പ്രശ്നം.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന വലിയൊരു നിഅമത്താണ് മൂത്രമൊഴിക്കൽ. ഈ നിഅമത്തിൻ്റെ നിഷേധമാണ് യഥാർത്ഥത്തിൽ മൂത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നാണ്. അതുകൊണ്ട് ഗുഫ്റാനക്ക് പടച്ചോനെ ഇങ്ങനൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് പുറത്തു തരണേ. അൽഹംദുലില്ലാ. മനുഷ്യൻ നിഷേധിക്കുന്ന നിഅമത്തുകളിലെ ഏറ്റവും വലിയ നിഅമത്താണ് മൂത്രമൊഴിക്കുക എന്ന നിഅമത്ത് എന്നാണ്. അപ്പോൾ എന്തേ പറയാൻ കാരണം, 4 മാലിന്യങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ശുദ്ധിയാവേണ്ടത്. ഒന്നാമത്തേത് മൂത്രം, രണ്ടാമത്തേത് മലം, മൂന്നാമത്തേത് വിയർപ്പ്. നോമ്പ് കൊണ്ട് വിയർപ്പ് നന്നായിട്ട് ശുദ്ധിയാവും. വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് വിയർക്കും. ആമാശയം കാലിയായാൽ വിയർപ്പ് കൂടുതലുണ്ടാവും. ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് മോശമായ സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോകും. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നോൽക്ക് തന്നെ. കാരണം ഇപ്പോൾ ഏതായാലും വിയർപ്പൊക്കെ ഒന്നാണ് പോയി. അങ്ങനെയോട് ചിന്തിക്കാനും പറ്റൂല. കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോൽമ്പ് വെച്ചിട്ട് പഠിച്ചോലത്തേക്ക് എന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളിപ്പോൾ നോൽമ്പ് പത്രത്തിലൊക്കെ കാണാം, അങ്ങനെ റമദാൻ മാസമായാലും ഗോപാലിന് നോമ്പാണ്, രാമ്പന് നോമ്പാണ് എന്നുകൊണ്ട് കുറേ നോമ്പുകൾ കാണും. അതൊക്കെ നൊയമ്പാകുന്നു. നോമ്പിന് നിയ്യത്ത് ഷർത്താണ്, നിയ്യത്തിന് ഈമാൻ ഷർത്താണ്. നോമ്പിന് എന്ത് ഷർത്തുണ്ട്? നിയ്യത്ത് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറളാണ്, നിബന്ധനയാണ്. നിയ്യത്ത് ആരിൽ നിന്നേ സഹിയാവുള്ളൂ? മുഅ്മിനായ മനുഷ്യരിൽ നിന്ന് മാത്രമേ നിയ്യത്ത് സഹിയാവുള്ളൂ. അപ്പോൾ ഓൽക്ക് നോൽമ്പെടുക്കാൻ കഴിയില്ല, നോമ്പെടുക്കാൻ ഞമ്മക്കേ കഴിയുള്ളൂ. നിയ്യത്ത് നിബന്ധനയാണ്. നിയ്യത്ത് തെറ്റരുത്. ഇപ്പോൾ ഒരു മോലിയർ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ വയത് പറയുകയാണെന്ന് വിചാരിക്കുക. നോമ്പും ആരോഗ്യശാസ്ത്രവും എന്നാണ് വിഷയം. വേറൊരു മൂലയിൽ അപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയത്തിൽ നോമ്പും റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ വാതിലും എന്നാണ് വയത് പറഞ്ഞതെന്ന് കരുതുക. എന്നാൽ നമ്മളെന്ത് വിചാരിക്കും? ആ നോമ്പും ആരോഗ്യം ഭരണ വാതിലൊന്ന് പോവുക, അതാണ് ഇപ്പോൾ കേൾക്കേണ്ടത് എന്നാണ്. ആഖിറത്തിൻ്റെ കാര്യമൊക്കെ ദുന്യാവിന് വേണ്ടി ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഉഷാറാവും നമ്മൾ. അതാണ് നിസ്കാരം യോഗയാക്കുക. യോഗക്കൊക്കെ പോലെ തുടങ്ങിയതിന് ശേഷം അപ്പോൾ നിസ്കാരത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നിസ്കാരം യോഗയാക്കുക. നോമ്പിനെ നമ്മൾ പിന്നെ വേറെന്തൊക്കെ ആക്കി മാറ്റുക. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ. അപ്പം അതുകൊണ്ട് നിയ്യത്ത് തെറ്റരുത്. സംഗതി ഇതുകൊണ്ടാണ് ഉണ്ടാവും. സംഗതി നോമ്പുകൊണ്ട് ശരീരത്തിൽ നിന്ന് വിയർപ്പ് ധാരാളമായി പുറത്തേക്ക് പോകുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വൈകുന്നേരമാകുമ്പോൾ. അതുകൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് തേച്ചരച്ചിട്ട് കുളിക്കൽ നല്ലതാണ്. പള്ള ബൂന്നാക്കിയിട്ടല്ല കേട്ടോ, അത്യാവശ്യം ചെറിയ നോമ്പ് തുറ എന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാണ് വേണ്ടത്. പള്ളക്കൂടി ഇങ്ങനെ ഫുള്ളാക്കിയതിന് ശേഷം കുളിക്കാനൊന്നും പറ്റില്ല. നോമ്പ് തുറ എന്ന കർമ്മം നടത്തിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊഴിച്ച് തേച്ചൊരച്ച് കുളിച്ചതിന് ശേഷം ശരീരം വൃത്തിയാവണം, വസ്ത്രം വൃത്തിയാവണം. നമ്മളെപ്പോഴും വൃത്തിയുള്ള ആളുകളായി മാറണം. അപ്പോൾ ശരീരത്തിൻ്റെ വൃത്തി നോമ്പുമായി വളരെ അതിന് ബന്ധമുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് ശാരീരികമായ വൃത്തിയാണ്. രണ്ടാമത്തേത് അവയവങ്ങൾ തെറ്റിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. അതാണ് രണ്ടാമത്തെ ശുദ്ധി എന്ന് പറഞ്ഞത്. ശരീരത്തിൻ്റെ അഅ്ളാഉകൾ മോശമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധിയായിരിക്കലാണ് രണ്ടാമത്തത്. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. അപ്പം ഇങ്ങനെ നോക്കിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നോട്ടം എടുക്കലും പോയാൽ ഞാനും എടുക്കും. ഒരു യാനബിയൊക്കെ ചെല്ലുക എല്ലാവരും. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും, അശ്റഖൽ ബദ്റു അലൈനാ വഖ്തഫത് മിൻഹുൽ ബുദൂറു مثل حسنك ما رأينا قط يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم
സലവാത്തുല്ലാഹി അലൈക്കും. രണ്ടാമത്തത് അഅ്ളാഉകൾ, ജവാരിഹുകൾ, അവയവങ്ങൾ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. മോശപ്പെട്ട സാധനം കാണാതിരിക്കുക, മോശപ്പെട്ടത് കേൾക്കാതിരിക്കുക, മോശപ്പെട്ടതിലേക്ക് പോകാതിരിക്കുക. ഗീബത്ത് പറയാൻ പാടില്ല. ഗീബത്ത് കേൾക്കാൻ പാടുണ്ടോ? ആവില്ല. ഗീബത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ആരെങ്കിലും ഒരാൾ ഗീബത്ത് പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചിരിച്ചാണ് നിന്ന് കേൾക്കാൻ പാടുണ്ടോ? ആവും പാടില്ല. അവിടെ നിന്ന് പോകാൻ വേണ്ടേ.